ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്ന ബ്രിട്ടനിൽ വീണ്ടും വൻ രാഷ്ട്രീയ അട്ടിമറി. അതെ, ലണ്ടനിലെ വിഖ്യാതമായ 10th ഡൗണിംഗ് സ്ട്രീറ്റിലേക്ക് പുതിയൊരു പ്രധാനമന്ത്രി കൂടി എത്തിയിരിക്കുകയാണ്. ലേബർ പാർട്ടി നേതാവും മാഞ്ചസ്റ്ററിന്റെ മുൻ മേയറുമായ ആൻഡി ബെൻഹാം ഔദ്യോഗികമായി ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. പക്ഷേ ഈ ചരിത്ര നിമിഷത്തിൽ ആഗോള മാധ്യമങ്ങളുടെയും ബ്രിട്ടീഷ് ജനതയുടെയും കണ്ണുകൾ പുതിയ പ്രധാനമന്ത്രിയിലല്ല തറഞ്ഞു നിൽക്കുന്നത്. പകരം കഴിഞ്ഞ 15 വർഷമായി അതേ വിലാസത്തിൽ യാതൊരു കുലുക്കവുമില്ലാതെ ജീവിക്കുന്ന ലോക രാഷ്ട്ര തന്ത്രജ്ഞരെ പോലും ഞെട്ടിച്ച ഒരു സ്ഥിരം നിവാസിയിലാണ്. അതെ, ബ്രിട്ടീഷ് സർക്കാരിന്റെ ഔദ്യോഗിക ചീഫ് മൗസറായ ലാറി എന്ന പൂച്ച. പ്രധാനമന്ത്രിമാർ ഒന്നൊന്നായി അധികാരമൊഴിഞ്ഞു വീഴുമ്പോഴും മാളത്തിൽ നിന്ന് പുറത്തു വരാൻ ഭയക്കുന്ന രാഷ്ട്രീയക്കാരുടെ മുന്നിൽ രാജാവിനെ പോലെ വാഴുന്ന ഈ പൂച്ച പുതിയ പ്രധാനമന്ത്രിക്കായി എക്സിൽ പങ്കുവച്ച ഒരു മുന്നറിയിപ്പ് പോസ്റ്റാണ് ഇപ്പോൾ ആഗോളതലത്തിൽ തരംഗമാകുന്നത്. 10 വർഷത്തിനിടെ 7 പ്രധാനമന്ത്രിമാർ മാറിയ ബ്രിട്ടനിൽ പ്രധാനമന്ത്രിമാർക്ക് പോലും ഇല്ലാത്ത സ്ഥിരത ഈ പൂച്ചയ്ക്ക് എങ്ങനെ ലഭിച്ചു? ബ്രിട്ടീഷ് രാഷ്ട്രീയം നേരിടുന്ന ഈ വൻ പ്രതിസന്ധിയുടെയും 10th ഡൗണിംഗ് സ്ട്രീറ്റിലെ രസകരമായ അധികാരക്കളിയിലെയും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. ലണ്ടനിലെ 10th ഡൗണിംഗ് സ്ട്രീറ്റിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ആൻഡി ബെൻഹാം വലതുകാല് വെച്ച് കയറിയപ്പോൾ ലാറി എന്ന ടാബി പൂച്ച തന്റെ എക്സ് അക്കൗണ്ടിലൂടെ നൽകിയ ഉപദേശം എന്തായിരുന്നു എന്നറിയാമോ? രാവിലെ 9 മണിക്ക് പ്രഭാത ഭക്ഷണം, 10:30 ബ്രഞ്ച്, ഉച്ചയ്ക്ക് കൃത്യസമയത്ത് ഉച്ചഭക്ഷണം, ഇടവേളകളിൽ ആവശ്യത്തിന് സ്നാക്സ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. പോസ്റ്റ് വന്ന നിമിഷങ്ങൾക്കകം ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് ഷെയർ ചെയ്തത്. ഇതൊരു വെറും തമാശയായി തള്ളിക്കളയാൻ വരട്ടെ. ഇതിന് പിന്നിൽ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിന്റെ ആഴത്തിലുള്ള ഒരു അസ്ഥിരതയുടെ ചിത്രമുണ്ട്. നമുക്ക് 2011 ഡേവിഡ് കാമറൂണിന്റെ കാലത്താണ് എലികളെ പിടിക്കാനായി ലാറിയെ 10th ഡൗണിംഗ് സ്ട്രീറ്റിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ അന്നു മുതൽ ഇങ്ങോട്ട് ഡേവിഡ് കാമറൂൺ, തെരേസ മേ, ബോറിസ് ജോൺസൺ, ലിസ് ട്രസ്, ഋഷി സുനക്, കെയർ സ്റ്റാർമർ, ഇപ്പോൾ ഇതാ ആൻഡി ബെൻഹാം. ട്വിസ്റ്റ് ഇവിടെയും തീർന്നില്ല. ആൻഡി ബെൻഹാം അധികാരമേൽക്കുമ്പോൾ ലാറി കാണുന്ന 7ാമത്തെ പ്രധാനമന്ത്രിയാണിത്. പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ഭരണാധികാരികളും സാമ്പത്തിക പ്രതിസന്ധിയിലും രാഷ്ട്രീയ കൊടുങ്കാറ്റിലും പെട്ട് ആടിയുലഞ്ഞ കസേര ഒഴിയുമ്പോൾ ഇവിടെ മാറ്റമില്ലാതെ തുടരുന്ന ഒരേ ഒരു സ്ഥിരം മുഖം ഈ പൂച്ച മാത്രമാണ്. എന്നാൽ ഈ തമാശകൾക്കിടയിലും ബ്രിട്ടീഷ് ജനത വളരെ കടുത്ത ആശങ്കയിലാണ്. ഒരു ദശാബ്ദത്തിനുള്ളിൽ 7 പ്രധാനമന്ത്രിമാർ. ബ്രെക്സിറ്റിന് ശേഷം ബ്രിട്ടൻ നേരിടുന്ന കടുത്ത സാമ്പത്തിക തകർച്ചയും കുതിച്ചുയരുന്ന ജീവിത ചെലവും പണപ്പെരുപ്പവും സാധാരണക്കാരുടെ നട്ടെല്ലൊടിക്കുകയാണ്. 10 വർഷത്തിനിടെ 7ാമത്തെ നേതാവ്. ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഭരിക്കാൻ അറിയാവുന്ന സ്ഥിരതയുള്ള ഒരു സർക്കാരിനെ കിട്ടുമോ എന്നാണ് ലണ്ടനിലെ തെരുവുകളിൽ സാധാരണക്കാർ ചോദിക്കുന്നത്. പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആൻഡി ബെൻഹാം സാധാരണക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനല്ല. മാഞ്ചസ്റ്ററിന്റെ മേയറായിരുന്ന കാലത്ത് അദ്ദേഹം നടപ്പിലാക്കിയ വിപ്ലവകരമായ നഗരവികസന പദ്ധതികളും പൊതുഗതാഗത പരിഷ്കാരങ്ങളുമാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലെ ജനപ്രിയ നേതാവാക്കി മാറ്റിയത്. ലണ്ടൻ കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിന് പകരം വടക്കൻ ഇംഗ്ലണ്ടിന്റെയും പ്രാദേശിക ജനവിഭാഗങ്ങളുടെയും വികസനം ഉറപ്പാക്കാൻ ബെൻഹാമിന് സാധിക്കുമെന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്നു. ചാൾസ് 3ാമൻ രാജാവിന്റെ ക്ഷണപ്രകാരം ബ്രിട്ടന്റെ 59ാമത് പ്രധാനമന്ത്രിയായി അധികാരം ഏറ്റെടുത്ത ശേഷം ബെൻഹാം നടത്തിയ ആദ്യ പ്രസംഗം രാജ്യം മുഴുവൻ ശ്രദ്ധയോടെയാണ് കേട്ടത്. അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്: ബ്രിട്ടന്റെ തകർന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്കും രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും ഒരു സർക്യൂട്ട് ബ്രേക്കർ ആകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥയെ വീണ്ടും ശക്തമാക്കാനും ജനങ്ങളുടെ ജീവിത ചെലവ് കുറയ്ക്കാനും അധികാര വികേന്ദ്രീകരണത്തിലൂടെ ശക്തമായ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുമാണ് എന്റെ പ്ലാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ആ വഴി അത്ര എളുപ്പമല്ല. പൊതു തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളിൽ നിന്ന് നേരിട്ട് ജനവിധി തേടാതെ ഭരണകക്ഷിയുടെ ആഭ്യന്തര മാറ്റത്തിലൂടെ മാത്രം അധികാരത്തിൽ വന്ന ബെൻഹാമിനെതിരെ പ്രതിപക്ഷം ഇതിനകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ വിധി നേരിടാൻ ഭയക്കുന്നവർക്ക് എങ്ങനെ രാജ്യത്തെ നയിക്കാനാകും എന്ന ചോദ്യമാണ് വിമർശകർ ഉയർത്തുന്നത്. വർദ്ധിച്ചു വരുന്ന ഊർജ നിരക്കുകൾ, പൊതുജനാരോഗ്യ മേഖലയിലെ തകർച്ച, ആഗോള സാമ്പത്തിക വെല്ലുവിളികൾ, ഇതെല്ലാം
പുതിയ പ്രധാനമന്ത്രിക്ക് മുന്നിലുള്ള വലിയ കടമ്പകളാണ്. അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങൾ വെറും രാഷ്ട്രീയ പ്രസംഗമായി ഒതുങ്ങുമോ, അതോ ബ്രിട്ടനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിക്കുമോ എന്ന ഒരു അമാനുഷികമായ യോദ്ധാവാകാൻ ബെൻഹാമിന് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഒരു വശത്ത് വൻ സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അസ്ഥിരതയും കൊണ്ട് ബ്രിട്ടൻ ഉലയുമ്പോൾ, മറുവശത്ത് 10 ഡൗണിംഗ് സ്ട്രീറ്റിന്റെ VIP മുറ്റത്ത് വെയിൽ കായുകയാണ് ലാറി എന്ന പൂച്ച. രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റുകൾ വീശിയടിക്കാം, പ്രധാനമന്ത്രിമാർ വന്ന വഴിക്ക് തിരികെ പോകാം, ഭരണകൂടങ്ങൾ തകർന്നടിയാം. പക്ഷേ ലാറിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമേ പ്രസക്തമാകുന്നുള്ളൂ: തന്റെ ഭക്ഷണ തളികയിൽ കൃത്യസമയത്ത് ഭക്ഷണം എത്തണം. ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ രാഷ്ട്രീയക്കാരേക്കാൾ ജനങ്ങൾ വിശ്വസിക്കുന്നതും സ്ഥിരതയുടെ പ്രതീകമായി കാണുന്നതും ഈ പൂച്ചയെയാണെന്നത് ജനാധിപത്യത്തിന്റെ വലിയൊരു പരിഹാസ്യമായി തോന്നാം. ഇനി നിങ്ങളോടൊരു ചോദ്യം: 10 വർഷത്തിനിടെ 7 പ്രധാനമന്ത്രിമാരെ മാറ്റിയ ബ്രിട്ടീഷ് രാഷ്ട്രീയ സംവിധാനം ശരിയായ ദിശയിലാണോ പോകുന്നത്? പുതിയ പ്രധാനമന്ത്രി ആന്റി ബെൻഹാമിന് ബ്രിട്ടനെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ 10 ഡൗണിംഗ് സ്ട്രീറ്റിലെ അടുത്ത ഇരയായി അദ്ദേഹവും മാറുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.